ഒടുവിൽ അലീനയുടെ രക്ഷകനായി ഡിവൈഎസ്പി എത്തുന്നു. അലീനയെ എങ്ങനെയെങ്കിലും ഒരു കുറ്റവാളിയാക്കി മാറ്റുക, തൻ്റെ സഹോദരങ്ങൾക്കെതിരെ മൊഴി കൊടുപ്പിക്കുക, അതിലുപരി തന്നെ കൂടുതൽ സമയം കണ്ടു രസിക്കുക എന്ന ലക്ഷ്യവുമായി സിഐയും എസ്ഐയും അലീനയെ ആ തടവറയിൽ ക്രൂരമായി ചോദ്യം ചെയ്യുകയാണ്. മാനസികമായും ശാരീരികമായും തകർക്കുന്ന അലീനയെ രക്ഷിക്കുവാൻ ആരുമില്ല. തൻ്റെ അച്ഛൻ ആശുപത്രി കിടക്കയിലാണ്. ഇനി ആരെന്നെ ഈ കാട്ടാളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഡിവൈഎസ്പി അങ്ങോട്ട് പാഞ്ഞു വരുന്നു. ഒടുവിൽ ഡിവൈഎസ്പിയുടെ ചോദ്യത്തിന് മുൻപിൽ സിഐയും എസ്ഐയും അടിപതറുകയും അലീനയെ മോചിപ്പിക്കുകയും ചെയ്യുകയാണ്. ആരാണ് ഈ ഡിവൈഎസ്പിയെ ഇങ്ങോട്ട് അയച്ചത്? വേറെ ആരുമല്ല, നമ്മുടെ രേവതിക്കുട്ടി തന്നെ. തൻ്റെ സഹോദരി ആപത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മാമച്ചായനും ഗ്രേസി മാമയും ഉൾപ്പെടെ ഉള്ളവർ ഒറ്റക്കെട്ടായി ഇറങ്ങുകയും ഡിവൈഎസ്പിയിലൂടെ അലീനയെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന എപ്പിസോഡുകളാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിനോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എല്ലാ ദിവസവും എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.